അന്ത്യകാല കെണികളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ജാഗരൂകരാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, തൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സഭയിൽ സംഭവിക്കുന്ന പലവിധ അടയാളങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചെല്ലാം കർത്താവ് പറഞ്ഞതിന് ശേഷം അതിന് അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ ഈശോ പഠിപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 34 35 തിരുവചനങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഒന്നാമതായി സുഖലോലുപത, വേൾഡിനെസ്. സുഖലോലുപത എന്ന് പറഞ്ഞ ലൗകികതയാണ്. ഈ കാലത്തിന്റെ വലിയൊരു കെണിയാണ് ലൗകികത, സുഖലോലുപത. രണ്ടാമത്തെ കെണി എന്താണ്? ആസക്തികളാൽ കലുഷിതമായ ജീവിതങ്ങൾ. മദ്യാസക്തി, മദ്യത്തോട് മാത്രമല്ല, എല്ലാവിധ ആസക്തികളിൽ കലുഷിതമായ മനുഷ്യ ഹൃദയങ്ങൾ. ആസക്തികൾ അതുപോലെ വർദ്ധിച്ചു വരുന്നു. മൂന്നാമത്തെ കെണി എന്താണ്? ജീവിത വ്യഗ്രതയാണ്. ആങ്സൈറ്റി, ഓവർ ആങ്സൈറ്റി. കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് എന്ന് വേണ്ട, നമ്മളിന്ന് ഒരുപാട് വേവർ ചെയ്യുന്നുണ്ട്. നമ്മൾ അസ്വസ്ഥരാണ്, ആകുലചിത്തരാണ്, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, എപ്പോഴും നിരാശ, ദുഃഖം, വേദന, സങ്കടം. ഇപ്രകാരം ബന്ധിക്കപ്പെട്ട ഒത്തിരിയേറെ ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു, ഇതൊരു കെണിയാണ്. ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ അത് നിബന്ധിക്കും. ഇതൊരു കെണിയാണെന്ന്, ഇതൊരു ട്രാപ്പാണെന്ന് കർത്താവ് പറഞ്ഞു. ഇത് ഭൂമുഖത്തുള്ള സകല മനുഷ്യരുടെ മേൽ നിബന്ധിക്കുന്ന ഈശോ പറഞ്ഞു. നമുക്ക് ആത്മനാശം സംഭവിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ, നമ്മുടെ സഭയെ താറുമാറാക്കാൻ, കർത്താവ് തെരഞ്ഞെടുത്ത കൂട്ടായ്മകളെ, മിനിസ്ട്രികളെ ശിഥിലീകരിക്കുവാൻ വേടൻ കെണിവെക്കുന്നത് പോലെ പിശാച് കെണിവെക്കുകയാണ്. സുഖലോലുപതയുടെ കെണി, ആസക്തികളുടെ കെണി, ജീവിത വ്യഗ്രതയുടെ കെണികൾ. അറിഞ്ഞറിയാതെയോ ഒരുപാട് ജീവിതങ്ങൾ ഈ കെണികളിൽ അകപ്പെട്ടു പോകുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരാകണം, ജാഗ്രതയുള്ളവരാകണം. ഈ കെണികളിൽ അകപ്പെടാതെ കൃപയോടെ ജീവിക്കാൻ, ദൈവവചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാകണമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരും. ഈസ് എ വാർണിംഗ്. ഇതൊരു മുന്നറിയിപ്പിന്റെ സന്ദേശമാണ്.